അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കല്ലുംകായൻ്റെ ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് കല്ലുംകായ നല്ല കഴുകി വൃത്തിയാക്കി മുളകും മഞ്ഞളും കറിവേപ്പിലും കൂടി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ആയിപ്പോരുത്, ഡ്രൈ ആയിപ്പോരുത്. അപ്പോൾ ബിരിയാണി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഷാലോ ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണേ. ഈ രീതിയിൽ വേണം എടുത്തു വെക്കാൻ. ഞാൻ കുക്കറിലാണ് ഇന്ന് മസാല ആക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണ അത് രണ്ടും മിക്സ് ചെയ്ത് 4 സവാള, കറിവേപ്പില, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അത് കൂടെ തന്നെ 2 വലിയ തക്കാളി, ഒരു 3 വിസിലിട്ടാൽ പെട്ടെന്ന് മസാല റെഡിയാവും. കണ്ട ഈ രീതിയിൽ നല്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ചെറിയൊരു സ്പൂണ് ഗരം മസാല, ഞങ്ങൾക്ക് മസാലപ്പൊടി ഗരം മസാല മാത്രമേ വേണ്ടൂ. അതിൽ തന്നെ കല്ലുംകായും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം വെച്ചാൽ നന്നായി വെന്ത് കിട്ടും. അതിൽ കൊറിയാൻഡർ ലീഫ് അത് കൈ നിറയെ ഇട്ട് കൊടുത്തോ. പിന്നെ ലെമണും ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കുരു പൊട്ട് പോരുത്. അത് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല റെഡിയായി അവിടെ സൈഡാക്കാം. പിന്നെ ഒരു പോട്ട് വെച്ച് ഗീ ചേർത്തു. അതിൽ കാഷ്യൂ, കിസ്മിസ്, കറിവേപ്പില അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഉള്ളി, അതിനെ കുറച്ചൊരു പഞ്ചസാര ഇടുന്നുണ്ട്, നല്ലൊരു ക്രിസ്പിയായി വേണ്ടിയിട്ടാണ്. ഈ ഒരു രീതിയിൽ തന്നെ പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ പുറത്ത് വെച്ചാൽ നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടും. വീണ്ടും ഗീ ചേർക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക. ഞാൻ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളൂ. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അത് ബോയിലായി കഴിഞ്ഞാൽ 1/2 ലെമൺ സ്ക്യൂസ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യം എന്തായാലും ശ്രദ്ധിക്കണം, ഉപ്പ്. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച അരി, ജീരകശാല അരിയാന്ന്. അപ്പം അത് നിങ്ങൾ നെയ്ച്ചോറാക്കുന്നതാണല്ലോ. അപ്പോൾ അത് വേണ്ടി കുറച്ച് ടൈം ഒന്ന് വെക്കുക. അന്ന് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. നല്ല അധികം നിൽക്കരുത്, പകുതി വേവ് ദമ്മിലായിരിക്കണം. വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ദമ്മിൻ്റെ പരിപാടിക്ക് ഞാൻ ഫുഡ് കളറാണ്, ബിരിയാണി കളറ്, അത് ചേർത്ത് ഗരം മസാല ചേർത്ത് മല്ലിയില ചേർത്ത് മസാല ചേർത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല വിട്ട് തന്നെ കൊടുക്കണം കേട്ടോ, എന്നാലും ആ ചോറ് നല്ല ഇതായിട്ട് കിട്ടും. സെയിം തന്നെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുള്ള ഗരം മസാലയും മല്ലിയിലും ചേർത്ത് നല്ല കാഷ്നട്ട് കിസ്മിസൊക്കെ ചേർത്ത് അതിന് ഹോൾ വെച്ച് കൊടുക്കണേ. അതിന് മസാല അടിയിൽ നിന്ന് ഒന്ന് മുകളിലേക്ക് ഇതാകാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഫോയിൽ മൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. ഞങ്ങളെ ദമ്മിത പൊട്ടിക്കാന്ന് അടിപൊളി കല്ലുമ്മക്കായ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ? അപ്പം ഇൻഷാല്ല എല്ലാവരും ഈ കല്ലുമ്മക്കായ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. ഞങ്ങളുടെ ചാനലൊന്ന് സബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും ബൈ.